നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹൃദയാരോഗ്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഹൃദയാരോഗ്യം കാക്കുന്ന കാര്യം വരുമ്പോൾ പലപ്പോഴും പലർ ചിന്തിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ കാര്യം, അതാണ് ഹൃദയത്തെ ബാധിക്കുന്നത്. അപ്പോൾ അതൊന്ന് പരിഗണിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ കൊളസ്ട്രോൾ മാത്രമല്ല, മാനസികാരോഗ്യവും ദൈനംദിന ശീലങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ പ്രധാനമാണ്. ഇത് പറയുന്നത് അരിസോണയിൽ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജാക്ക് വോൾഫ്സൺ എന്ന വ്യക്തിയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കൊളസ്ട്രോളിനുള്ള സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഹൃദയാഘാതത്തെ ചെറുക്കാനാകില്ല. സ്റ്റാറ്റിൻ മരുന്നുകൾ എടുക്കുന്നത് കൊളസ്ട്രോൾ നില കുറയ്ക്കും, പക്ഷേ അതുകൊണ്ട് മാത്രം ഹൃദയാഘാതത്തെ തടയാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതെന്നും കഴിക്കുന്ന ഭക്ഷണം, ജീവിത രീതി, ചിന്തകൾ, അങ്ങനെ അതിനെ ഈ ഒരു ഘടകങ്ങളെല്ലാം സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യകരമായ ഭക്ഷണം, ജീവിതം, ചിന്ത ഇതെല്ലാം പ്രധാനമാണ്. അതുമാത്രമല്ല, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ട്. കൊളസ്ട്രോൾ നിലയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പരിശോധനാ രീതികളാണ് പരമ്പരാഗതമായി സ്വീകരിച്ചു വരാറുള്ളതെന്നും 25 വർഷത്തിലേറെയായി കാർഡിയോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ജാക്ക് പറയുന്നു. അതിനൊപ്പം ഭക്ഷണ രീതികൾ, ശാരീരിക പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ, മാനസിക ഘടകങ്ങൾ എന്നിവ കൂടി പരിഗണിച്ച് വിലയിരുത്തുന്നതിലൂടെ അപകട സാധ്യത കണക്കാക്കൽ എളുപ്പമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹൃദ്രോഗം പോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും സാവധാനത്തിൽ ഗുരുതരമായി തീരുകയാണ്. ഹൃദയധമനികളിൽ കൊഴുപ്പ് സാവധാനം അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ 10, 20 ചിലപ്പോൾ അതിലധികമോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. ചിലപ്പോൾ 20 അല്ലെങ്കിൽ 25 വയസ്സിലായിരിക്കും രോഗാവസ്ഥയുടെ തുടക്കം ശരീരത്തിൽ കണ്ടു തുടങ്ങുന്നത്. പക്ഷേ ഈ സമയത്ത് ഇത് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും സാധാരണയായി കാണിക്കാറില്ല. പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഹൃദ്രോഗ സാധ്യതകൾ തിരിച്ചറിയാൻ പോലും യഥാർത്ഥത്തിൽ സാധിക്കില്ല. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില ലക്ഷണങ്ങൾ വരും. ഈ ലക്ഷണങ്ങളെയും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട്. ക്ലാസിക്കലായുള്ള ഹൃദ്രോഗ ലക്ഷണങ്ങൾ, അതായത് ടിപ്പിക്കൽ സിംറ്റംസ് തുടങ്ങുമ്പോൾ മാത്രമാണ് അതൊരു ഹൃദ്രോഗ സൂചനയായി പലപ്പോഴും നമ്മൾ അറിയുന്നത്. നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ അനുഭവപ്പെടുന്ന ഒരു നെഞ്ചുവേദന എന്നിവ സാധാരണയായി ഹൃദ്രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇതിനു മുൻപേ ഹൃദ്രോഗ സാധ്യത സംശയിക്കേണ്ട ചില സൂചനകൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അമിതമായ ക്ഷീണം, ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ ഇടത് കൈയിലുണ്ടാകുന്ന കടച്ചിൽ, അമിതമായ വിയർപ്പ്, കഴുത്ത് പിടിച്ചു മുറുക്കുന്നത് പോലെയുള്ള വേദന, അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ടുമൂടൽ അല്ലെങ്കിൽ ബോധക്കേട് എന്നിവ ഹൃദ്രോഗത്തിൻ്റെ വിദൂര സൂചനകളാണ്. ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചിൽ പതിവായി അസ്വസ്ഥത ഉണ്ടാവുക, വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടുക, ഇങ്ങനെയുള്ളവർ തീർച്ചയായും വൈദ്യോപദേശം തേടേണ്ടതുണ്ട്. നെഞ്ചിരിച്ചിൽ പ്രശ്നങ്ങളായോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായോ അവയെ അവഗണിക്കരുത്.